So welcome to LSJ Vibes Phase 2. So Phase 2 കൊണ്ട് നമ്മൾ ഉദ്ദേശിക്കുന്നത് മറ്റൊന്നുമല്ല, നമ്മൾ സിനിമയുടെ ഷൂട്ടിലേക്ക് കടക്കാൻ പോവുകയാണ്. സിനിമയുടെ രണ്ടാം ഘട്ടത്തിലേക്ക് കടക്കുന്നതിന് മുമ്പ് എനിക്കൊരു കാര്യം കൂടി പറയാനുണ്ട്. ബിക്കോസ് നമ്മൾ ഈ ഒരു സംരംഭം തുടങ്ങി, ഇങ്ങനെ കുറച്ച് കാര്യങ്ങൾ നടക്കുന്നുണ്ട്. ഏകദേശം ഒരു 9-10 വീഡിയോ മറ്റേ ഒരു സിനിമയെ കുറിച്ച് ചെയ്യുന്നു. ചില സുഹൃത്തുക്കളൊക്കെ എനിക്കിങ്ങനെ മെസ്സേജസ് ചോദിച്ചായിരുന്നു, എന്താണ് നീ ഇതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്, ഒന്നും മനസ്സിലാവുന്നില്ല കേട്ടോ. അപ്പോൾ പറഞ്ഞ കാര്യം വേറെ ഒന്നുമല്ല, ഒരു 2-3 വീഡിയോ ഒക്കെ കഴിയുമ്പോൾ നിനക്ക് എന്താ മനസ്സിലാവണേ, എന്നിട്ട് നീ അത് പറ, അതനുസരിച്ച് നമുക്ക് എന്തെങ്കിലും മാറ്റമൊക്കെ വരുത്താമെന്നു. പക്ഷെ ആ ഒരു രീതിയിൽ ഒരു മാറ്റമൊന്നും വന്നില്ല, ഇപ്പോഴും കൺവേ ആയിട്ടില്ല എന്ന് തന്നെയാണ് ചില സുഹൃത്തുക്കൾ പറഞ്ഞത്. സംഭവം വളരെ സിംപ്ലിഫൈ ചെയ്ത് പറയാൻ പറ്റുമോ എന്ന് ഞാനൊന്ന് ശ്രമിക്കാം. LSJ Vibes എന്ന് പറഞ്ഞൊരു പ്രൊഡക്ഷൻ കമ്പനിയാണ്. നമ്മളൊരു പുതിയൊരു സിനിമ പിടിക്കാനായിട്ട് ഉദ്ദേശിക്കുകയാണ്. പക്ഷേ അറ്റ് ദ സെയിം ടൈം നമ്മുടെ ഉദ്ദേശം എന്താണെന്ന് വെച്ചാൽ ഒരു റിയാലിറ്റി ഷോ കോൺസെപ്റ്റ് ആയിരുന്നു. ഞാൻ ചാനലിലൊക്കെ വർക്ക് ചെയ്തിരുന്നതായിരുന്നു. അപ്പോൾ ഞാൻ ഒരു ചാനലിന് വേണ്ടി പിച്ച് ചെയ്തിരുന്ന ഒരു ഷോ ആയിരുന്നു ആക്ച്വലി അത്. അതായത് ഒരു ഡയറക്ടർ ഒരു സിനിമ ചെയ്യാനായിട്ട് എന്തൊക്കെയാണ് ആവശ്യം, ഒരു ഡയറക്ടർ, ക്യാമറമാൻ, അസിസ്റ്റൻറ്റ് ക്യാമറമാൻ, അസോസിയേറ്റ് ക്യാമറമാൻ, ആർട്ട് ഡയറക്ടർ, DI, അതുപോലെ തന്നെ സൗണ്ട് മിക്സിങ്, അങ്ങനെ ഒരുപാട് ഘടകങ്ങളുണ്ട് ഒരു സിനിമ സംഭവിക്കണമെന്നുണ്ടെങ്കിൽ. ആ ആക്ടേഴ്സിന് പുറമെ ടെക്നിക്കൽ ഡിപ്പാർട്ട്മെൻറ്റ്, ഇതെല്ലാം ഉൾപ്പെടുത്തി ഇവരൊക്കെ ഒരു സിനിമയിലേക്ക് വന്നു ചേർന്ന് റിയാലിറ്റിയിൽ ഒരു ഫിക്ഷൻ രൂപത്തിൽ ഒറിജിനലി ഒരു സിനിമയിൽ എന്താണ് നടക്കുന്നത്, ഒരു പർട്ടിക്കുലർ സിനിമ എങ്ങനെയാണ് നടക്കുന്നത്, ആ കാര്യങ്ങളൊക്കെ നമ്മൾ ഡോക്യു ഫിക്ഷൻ പോലെ കുറച്ച് നർമ്മ രൂപത്തിൽ ആളുകൾക്ക് അവതരിപ്പിച്ച് അതിൻ്റെ ഒരു എൻഡിൽ ഒരു റിയാലിറ്റി ഷോ അവസാനിക്കുമ്പോൾ എന്താണ് ഒരു പ്രൊഡക്റ്റ് ഉണ്ടാവുന്നത്. ഇപ്പോൾ ചില റിയാലിറ്റി ഷോ അവസാനിക്കുമ്പോൾ ഒരാൾക്ക് വലിയൊരു ഫ്ലാറ്റ് കിട്ടുന്നു, അല്ലെങ്കിൽ ഇത്ര രൂപ ക്യാഷ് പ്രൈസ് കൊടുക്കുന്നു, അല്ലെങ്കിൽ ഒരു സംഗീത പരിപാടിയാണെങ്കിൽ അതിൽ ഏറ്റവും നല്ല സിംഗറായി മാറുന്നു എന്ന് പറയുന്ന പോലെ നമ്മുടെ ഈ ഒരു ഷോയുടെ അവസാനം ഒരു സിനിമ ഉണ്ടാവും. ആ സിനിമ സൈമിൾട്ടേനിയസ്ലി ഷൂട്ട് ചെയ്ത് അത് ഒരു തിയേറ്ററിൽ റിലീസ് ചെയ്യുക, ഇതാണ് നമ്മൾ ഉദ്ദേശിക്കുന്നത്. ഒരു സീരീസ് രൂപത്തിൽ നമ്മൾ അവതരിപ്പിച്ചിട്ടുണ്ട്. അപ്പോൾ ആ ഒരു ഇൻട്രൊഡക്ഷനും കാര്യങ്ങളൊക്കെ കഴിഞ്ഞു. സോ ഈ ഒരു പ്രീ പ്രൊഡക്ഷൻ സ്റ്റാർട്ടപ്പിൻ്റെ ഇൻട്രൊഡക്ഷൻ ആയിരുന്നു കഴിഞ്ഞ 10 വീഡിയോ. ഇനി നെക്സ്റ്റ് ഒരു ഇച്ചിരി സീരിയസ് ആയിട്ടുള്ള ഫേസാണ്, നമ്മൾ ഷൂട്ട് തുടങ്ങാൻ പോവാണ്. അതിൻ്റെ ഒരു ഇച്ചിരി തിരക്കിലൊക്കെ ആയിരുന്നു. അതുകൊണ്ടാണ് കഴിഞ്ഞൊരു കുറച്ച് നാളുകളൊക്കെ ആയിട്ട് ഇതുപോലൊരു വീഡിയോ ഒന്നും ഷൂട്ട് ചെയ്ത് ഇടാൻ പറ്റാത്തത്. സോ ഇന്ന നെക്സ്റ്റ് പ്രോസസ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളിനി ലൊക്കേഷൻ ഹണ്ടിങ് ആണ്. ആ ഒരു ലൊക്കേഷനും കാര്യങ്ങളൊക്കെ കണ്ടുപിടിച്ച് തേടിപ്പിടിച്ച് ഷൂട്ടിന് സജ്ജമാക്കി നമ്മുടെ യൂണിറ്റും കാര്യങ്ങളൊക്കെ തയ്യാറാക്കി നമ്മുടെ ഇത്ര നാൾ നിന്ന ഈ തമാശകളിലേക്ക് വിട്ടിട്ട് വളരെ സീരിയസ് ആയിട്ട് സിനിമയിലേക്ക് പ്രവേശിക്കാൻ പോവുകയാണ്. നമ്മുടെ സിനിമ ഒരു ഇച്ചിരി സീരിയസ് ആയിട്ടുള്ള പടമാണ്, ഒരു തമാശ പടമല്ല ആക്ച്വലി. ഒരു എന്താ പറയുക, ഒരു എക്സ്പെരിമെൻ്റൽ മൂവിയാണ്. എല്ലാവർക്കും ഇഷ്ടപ്പെടുമെന്ന് അറിയില്ല, ബട്ട് സ്റ്റിൽ ദിസ് ഈസ് സംതിങ് ന്യൂ. ഒരു പുതിയൊരു കപ്പ് ഓഫ് ടീ, അല്ലെങ്കിൽ ഇത് ഒരു പുതിയൊരു എന്താ പറയുക, പഴയ വീഞ്ഞ് പുതിയ കുപ്പിയിൽ വെച്ച് വിളമ്പുന്ന ഒരു പരിപാടിയല്ല. ദിസ് ഈസ് സംതിങ് എക്സ്ട്രീംലി ന്യൂ ആൻഡ് കുറേ ധൈര്യം വേണം ഇങ്ങനൊരു സാധനം മുന്നോട്ട് കൊണ്ടുവരാനായിട്ട്. കാരണം എങ്ങനെ റിലീസ് ചെയ്യാൻ പറ്റുമെന്ന് പോലെ നമ്മളാകെ പേടിയാണ്. അതുകൊണ്ട് തന്നെയാണ് പ്രൊഡക്ഷനൊക്കെ നമ്മുടെ ഭാഗത്തുനിന്ന് തന്നെ ഏറ്റെടുത്തത്. ഇനി നെക്സ്റ്റ് സ്റ്റെപ്പ് എന്ന് പറഞ്ഞാൽ ഗോ ടു ഷൂട്ടാണ്. സോ ഫർദർ അപ്ഡേറ്റ്സ് ഒക്കെ അടുത്ത വീഡിയോസിലൂടെ ഉണ്ടാവും. ഏകദേശം നമ്മൾ ചെയ്യാൻ ഉദ്ദേശിക്കുന്ന കാര്യം എന്തായെന്നുള്ളത് നമ്മളെ കാണുന്ന ആളുകൾക്ക് ക്ലിയർ ആയെന്ന് കരുതുന്നു. എനി സജഷൻ, എന്തെങ്കിലും സജഷൻസ് ഒക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ പ്ലീസ് ലെറ്റ് അസ് നോ. സോ താങ്ക് യു സോ മച്ച്. ബൈ.